ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അതിൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഗ്രാമർ ഡിസ്കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാ സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെ നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ആ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ അതിലുള്ള ടോപ്പിക്കുകൾ കോണ്ടൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി നമ്മൾ വായിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സമ്മറി വായിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് റിസോഴ്സ് വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാം. നോട്ട്സുകളാകാം, ഓൺലൈൻ വഴിയുള്ള നോട്ടുകളാകാം, അല്ലെങ്കിൽ ഗൈഡ്, ലേബർ ഇന്ത്യ, അങ്ങനെ എന്ത് വേണോ യൂസ് ചെയ്തിട്ടായാലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നമ്മൾ വായിക്കാം. ഓക്കെ, സമ്മറി വായിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പാഠത്തിൻ്റെയും സൈഡിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, ഒരു 10-15ഓളം ചോദ്യങ്ങൾ പല ചാപ്റ്റേഴ്സിൽ ഉണ്ടാവാം, എല്ലാ ചാപ്റ്റേഴ്സിലും ഉള്ളതാണ്. അപ്പോൾ ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടി ഇതുപോലുള്ള റിസോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത് അധികം ആരും ചെയ്യാത്തൊരു കാര്യമായിരിക്കും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളത് അല്ലേ. എന്താണ് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് വായിക്കാണ്ട് സമ്മറിയും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാഠം എന്താണെന്നുള്ളത് ഫുള്ളി നമുക്ക് മനസ്സിലാവാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് രണ്ടും വായിക്കുക എന്നുള്ളത് അല്ലേ. ഓക്കെ, അതായത് നമ്മൾ സമ്മറി വായിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ടെക്സ്റ്റ് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇരുന്ന് വായിക്കുന്നതിന് തുല്യമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റേഴ്സ് എല്ലാം പക്ക സെറ്റാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു മെത്തേഡിനെക്കാളും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് കൊണ്ട് തരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഓരോ പാഠഭാഗങ്ങളും ടെക്സ്റ്റ് തുറന്നു വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക എന്നുള്ളത്. ഇപ്പോൾ 3 L's ഓഫ് എംപവർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അതിൽ ആദ്യം മുതൽ അല്ലേ, ക്രിസ്റ്റീൻ ലഗാർഡയുടെ സ്പീച്ചാണ് ഫസ്റ്റ് മുതൽ നമ്മൾ ലാസ്റ്റ് വരെ. അതിലെന്താ പറയണേ, അവിടെ നമ്മുടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ അവസാനം താങ്ക് യു വരുന്നവരെ ഒരു സ്പീച്ചല്ലേ അത്. ആ ഒരു സ്പീച്ച് കംപ്ലീറ്റ്ലി നമ്മൾ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്പീച്ചിൻ്റെ കാര്യമുള്ള എല്ലാ പാഠഭാഗങ്ങളും, പോംസ് ആയിക്കോട്ടെ, പ്രോസ് ലെസൺസ് ആയിക്കോട്ടെ, എല്ലാം ടെക്സ്റ്റ് തുറന്നു വെച്ച് നമ്മൾ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്നാൽ എല്ലാ കുട്ടികൾക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല, ചിലപ്പോൾ ചിലർക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റും എന്നുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആദ്യം നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ സമ്മറിയും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സമ്മറി മാത്രം വായിച്ചാൽ മാത്രം മതിയാകും. ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അവിടെ വായിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, എന്നാൽ ടെക്സ്റ്റ് വായിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം സമ്മറികൾ വായിക്കുക, പിന്നെ നമ്മൾ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് കൂടി വായിക്കുക. എന്തായാലും ഈ 2 മാർഗ്ഗങ്ങൾ യൂസ് ചെയ്തിട്ടായാലും നമ്മൾ ചാപ്റ്റേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് കഴിയുന്നുണ്ടാവും. ഓക്കെ, ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമായില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഓരോ ചാപ്റ്റർ പഠിച്ചു തീരുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുൻവർഷങ്ങൾ എന്നുള്ളത് നോക്കി ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ വായിച്ച് നോക്കുക എന്നുള്ളത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗൈഡോ ലേബർ ഇന്ത്യ ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടാവും ആണല്ലോ അല്ലേ. ഓക്കെ, ഇനി അല്ലാത്ത നോട്ട്സിലൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ കുറേ അധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു പോയി എഴുതുന്ന എക്സാം അല്ല. നമ്മൾ ആ ടൈമിൽ നമ്മുടെ മൈൻഡിൽ നമ്മളെ ഐഡിയാസ് വേണമെങ്കിൽ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്വന്തം ഓൺ ലാംഗ്വേജിൽ എഴുതേണ്ട എക്സാമാണ് അല്ലേ. പക്ഷേ കണ്ടന്റ് നമ്മുടെ ചാപ്റ്ററൈസ് ആണെങ്കിൽ കൂടി അപ്പം നമുക്ക് ഈ എക്സ്ട്രാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അത്രയും ഒരു ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ കയറും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ കൂടുതലൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതിനാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വായിക്കണം എന്നുള്ളൊരു ആ ഒരു ഐഡിയ പറയുന്നത്. ഇനി അടുത്ത ചെയ്യേണ്ട കാര്യമാണ് ഡിസ്കോഴ്സസ് പഠിക്കുക എന്നുള്ളത് അല്ലേ. ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ പഠിക്കുക മീൻസ് അതിൻ്റെ ഫോർമാറ്റുകളെല്ലാം പഠിക്കുക എന്ന് പറയുമ്പോൾ ലെറ്റർ, ഇമെയിൽ അല്ലേ, നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, അതിന് പ്രത്യേക മാർക്കുണ്ട്. സോ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റ് പഠിക്കാണ്ട് ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല, ഡിസ്കോഴ്സുകൾ ഫോർമാറ്റ് കൂടി നമ്മൾ പഠിക്കുക. ഓക്കെ, ഇനി ഗ്രാമർ നമ്മൾ നോക്കണം. ഓക്കെ, ഗ്രാമർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മാർക്കിനാണ് ചോദിക്കുന്നത്, എങ്കിലും നമ്മൾ വായിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇപ്പോൾ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു A+ ലെവലൊക്കെ എയിം
ചെയ്യുന്നവരാണെങ്കിൽ ഗ്രാമർ ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. റൂൾസുകളെല്ലാം പഠിക്കുക. അത് മാത്രം റൂൾസ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കുറേ അധികം പ്രാക്ടീസ് ചെയ്ത് കൂടി ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഏത് റിസോഴ്സ് വേണം ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. ലേബറിൻ്റെയോ ഗൈഡോ ഏത് ഇതാണെങ്കിൽ നമുക്ക് നോക്കാം. നെറ്റിലൊക്കെ ഒത്തിരി ഇതിൻ്റെ ഗ്രാമർ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാമറും പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന മീൻസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് എക്സാമിനായിട്ട് സെറ്റ് ആവും. എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി വായിക്കുക, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് വായിക്കുക, ടെക്സ്റ്റ് സൈഡിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് സമ്മറി കൂടി വായിച്ചാൽ മതി, ചാപ്റ്റർ സെറ്റ് ആയിക്കോളും. ഇനി അടുത്ത് ചെയ്യേണ്ടതാണ് നമ്മൾ എക്സ്ട്രാ ചോദ്യങ്ങൾ കുറേ അധികം കളക്ട് ചെയ്ത് വായിക്കുക, പിന്നെ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, ഗ്രാമറിൻ്റെ റൂൾസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. ഇത്രയാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഇവിടെ സെറ്റാണ്. ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ് നമ്മൾ +2 ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ആദ്യമേ പറയട്ടെ, നമ്മൾ ഇതുവരെ കേട്ട് പരിചയമുള്ള മിക്ക ഡിസ്കോഴ്സുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവേണ്ടതുണ്ട്. ഏതൊക്കെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പഠിക്കണം, ലെറ്ററും ഇമെയിലിൻ്റെയും ഫോർമാറ്റ് മസ്റ്റായിട്ടും പഠിക്കണം. ഇത് രണ്ടും, ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലെറ്ററും ഇമെയിലും ഒക്കെ ഉറപ്പായിട്ടും ഓരോ ചോദ്യങ്ങൾ വെച്ച് വരാറുണ്ട് എല്ലാ എക്സാമിനും. ഓക്കെ, ലെറ്ററും ഇമെയിലും പഠിക്കുമ്പോൾ ഫോമലായിട്ട് നമ്മൾക്ക് എങ്ങനെ ലെറ്ററും ഇമെയിലും എഴുതാം, ഇൻഫോർമലായിട്ട് എങ്ങനെ എഴുതാം, അത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചോണം. ഈ ലെറ്ററിൻ്റെ ഇമെയിലിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഉപകാരമായിരിക്കും. ഇനി സ്പീച്ച് നമ്മൾ ഫോർമാറ്റ് പഠിക്കണം. സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്പീച്ച് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ സ്പീച്ചിൻ്റെ ഒരു കാര്യം, ഞാനൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് കോഡ്സുകൾ കുറേ അധികം കളക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോഡ്സ് അല്ലടാ, നമ്മളിപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വിമൺ എംപവർമെൻറ്റ് അല്ലേ നമ്മുടെ ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ വിമൺ എംപവർമെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കോഡ്സുകൾ നമ്മൾ പഠിച്ചിട്ട് പോകണം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഹ്യൂമൻ ബീങ്സ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടല്ലേ, ഫ്രണ്ട്ഷിപ്പും അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് പോകണം. അങ്ങനെയാണ് കോഡ്സുകൾ നമ്മൾ ഒരു 2-3 ഒരു സ്പീച്ചിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് സ്പീച്ചിൽ കോഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഗൂഗിളൊക്കെ ചെയ്താൽ മതി, ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. യൂട്യൂബിലും വേറെ വീഡിയോസിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഈ കോഡ്സുകളൊക്കെ ഒത്തിരി കിട്ടും. ഓക്കെ, ടോപ്പിക്സ് സെർച്ച് ചെയ്ത് നോക്കി കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ഈസി ആയിട്ടുള്ളത് പഠിച്ചിട്ട് പോകും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, ഓപ്ഷണലാണ് കോഡ്സിൻ്റെ കാര്യം. ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് റെസ്പോൺസസ് ഉറപ്പായിട്ട് ചോദിക്കും. എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. പക്ഷേ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എന്താണ് ചിലപ്പോഴൊക്കെ അതിൻ്റെ റെസ്പോൺസുകൾ, അത് ആൻസേഴ്സ് കൂടി എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസ് കൂടി എഴുതാൻ വേണ്ടിയിട്ട് റെഡിയായി പോവാം. നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ നമ്മളൊരു 6 ചോദ്യങ്ങൾ എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് പോം അപ്രീസിയേഷൻ അല്ലേ. നമുക്കറിയാം നമ്മുടെ +2 എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം നമുക്ക് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ഒരു പോയം തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കും. അതിൽ കൂടുതലായിട്ട് ഇപ്പം നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് എനി വിമൺ തന്നെയാണ് കേട്ടോ. പിന്നെ മെൻഡിങ് കോളം ചോദിക്കാറുണ്ട്, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എനി വിമൺ ആണ്. രണ്ട് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം അപ്രീസിയേഷൻ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ബ്ലർബ്, ബ്ലോഗ്, അനൗൺസ്മെൻറ്റ്. ഇത് 3 നമുക്കൊരു 4 മാർക്ക് ലെവൽ, 6 മാർക്ക് ലെവലൊക്കെ ചോദിക്കാം. ഈ ബ്ലോഗൊക്കെ 6 മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് പോവുക. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. ഓക്കെ, കാരണം ഇത് വളരെയധികം ഈസിയാണ്. നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എസ്സേക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പോയം അപ്രീസിയേഷൻ 8 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കാൻ പറ്റും, ഈസിയാണ്. അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ മാത്രമല്ല, അതിൻ്റെ റെസ്യൂം അഥവാ നമ്മുടെ CV കറിക്കുലം വിറ്റയില്ലേ, അതിൻ്റെ ഫോർമാറ്റ് കൂടി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അത് ഉറപ്പായിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി പാനൽ ഡിസ്കഷനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് 4-6 മാർക്കിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് പോകണം. പിന്നെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പൊതുവേദിയിൽ സംസാരിക്കുന്നതാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഓക്കെ, അപ്പോൾ അത് സ്പീച്ചിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് ഏകദേശം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചോദിക്കുന്നതാണ്, നമുക്കറിയാമല്ലോ 6-8 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 4 മാർക്കിനാണ് നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഒരു പാരഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ ഒരു നറേഷൻ എഴുതാനോ ഒക്കെ 4 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിംഗിൾ പാരഗ്രാഫിൽ അവിടെ നിർത്തണം. ഓക്കെ, ഒരൊറ്റ പാരഗ്രാഫേ അവിടെ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഹെഡിങ് ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല.
പക്ഷേ 6 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെയാണ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, റിവ്യൂ ആർട്ടിക്കിളൊക്കെ എഴുതാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ പാരഗ്രാഫ് മൾട്ടി പാരഗ്രാഫ്സ് ആയിട്ട് എഴുതണം. എന്ന് പറയുമ്പോൾ കുറേ പാരഗ്രാഫുകൾ തിരിച്ച് നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട്. പിന്നെ അവിടെ ഹെഡിങ് വളരെയധികം മസ്റ്റാണ്, അവിടെ ഹെഡിങ് കൊടുക്കുകയും വേണം. മനസ്സിലായോ? ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. 4 മാർക്കാണെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ നിർത്തിയാൽ മതി. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു 3/4 പേജോളം മാത്രം എഴുതിയാൽ മതി. അവിടെ 6 മുതൽ 8 മാർക്ക് വരെ ആണെങ്കിൽ 6 മുതൽ 8 മാർക്ക് വരെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫുകൾ തിരിച്ച് എഴുതണം, ഹെഡിങ്ങും അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നമ്മുടെ ഗ്രാമറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് പല ലെവലിൽ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരും പഠിച്ചിട്ട് പോണേ. റിപ്പോർട്ടഡ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇനി പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും +2 നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. +1 അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ +2 ഇത് ചോദിക്കാറുണ്ട്. പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ഈസിയാണ്, ഫോർമാറ്റ് പഠിച്ച് ആർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഫ്രേസൽ വെർബ്സും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇഡിയംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്താ, ഈ ഫ്രേസൽ വെർബ്സും ഇഡിയംസും ഒക്കെ ആണെങ്കിൽ നമുക്ക് +1 ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എവിടെയൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകണം, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ കൊച്ചിലേ മുതൽ പഠിച്ചു വരുന്ന സംഭവമാണ്. എഡിറ്റിംഗ് വളരെ പ്രധാനമാണ്, എവിടെയും നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസും ഫ്രേസും ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ എങ്കിലും എഴുതിയെന്നേ ഉള്ളൂ. പ്രപ്പോസിഷൻസും അതുപോലെയാണ്, വരില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ബ്രാക്കറ്റ് ഇതാ കൊടുത്തിട്ടുണ്ട്, കൊഹസീവ് ഡിവൈസസും കൺകോഡും എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് ഒരു ഫുൾ മാർക്കും A+ഉം മീൻസ് പ്രത്യേകിച്ച് ഫുൾ മാർക്കൊക്കെ എയിം ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 വരുന്ന ടോപ്പിക്കാണ് കൊഹസീവ് ഡിവൈസസും കൺകോഡും എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺകോഡ്. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയും, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 1 റിപ്പോർട്ടഡ് സ്പീച്ച്, 2 പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റിംഗ്. ഓക്കെ, ഈ 3ഉം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചുകൊണ്ട് പോകരുത്. മീൻസ് ഇത് 3ഉം പഠിച്ചിട്ട് ബാക്കിയെല്ലാം പഠിക്കാവൂ കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്നത്: റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്, പിന്നെ എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. ബാക്കിയൊക്കെ എന്താണ് പറ്റുന്ന പോലെ നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ +2 ഇംഗ്ലീഷ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡിസ്കോഴ്സും ഗ്രാമറും ഒക്കെ നോക്കിയിട്ട് പോവുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.